അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ ലോകത്തിലെ ഏറ്റവും വലിയ ജാറങ്ങളിൽ ഒന്നാണ് ഇന്നുള്ളത്. അങ്ങനെ വന്നാൽ ഇമാമുൽ ആദം അബൂ ഹനീഫയെ കൂട്ടി ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹും ഇവരിൽ ഓരോരുത്തരുടെ ഖബറുകൾക്ക് മീതെയും അതിമനോഹരമായ ജാറങ്ങൾ. എന്തിനാണ്? ഇബ്നു സീനയുടെ ഖബറിന്റെ മീതെ സുന്ദരമായ ജാറങ്ങൾ, ഇബ്നു ഖയ്യിമിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ജാറങ്ങൾ. എത്രത്തോളം! ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബ്ദുൽ അലിയുടെ ഖബറിന്റെ മീതെ ജാറത്തിന് മാത്രമല്ല പച്ചപ്പട്ടുകൊണ്ട് ജാറ മൂടിയിട്ടുണ്ട്. ആ ജാറത്തിനുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നും ജീവിക്കുന്നത്. നമുക്ക് അക്ഷരമല്ല ജീവിച്ചോട്ടെ. എന്താ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്ന വസ്തുത എന്താ? എവിടെയെല്ലാം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ മഹാന്മാരെന്ന്